നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിതയുടെ മൊഴിയിൽ പറയുന്നത് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ രോഹിത് അവളുടെ കൺമുന്നിൽ വെച്ച് സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് വീണെന്നാണ്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കണ്ട് ഒരാൾ ആദ്യം ശ്രമിക്കുക കൂടെയുള്ളവരെ വിവരം അറിയിക്കാനാവും. സ്ഥലപരിചയമില്ലാത്ത സുസ്മിത വന്ന വഴി തിരിഞ്ഞോടാതെ പ്രീതി ഇപ്പോ നിൽക്കുന്ന സ്ഥലത്തേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് ഓടുകയാണ് ചെയ്തത്. നേരാണല്ലോ. മേഡം എന്താ പറഞ്ഞു വരുന്നത്? ഒരു അഡ്വക്കേറ്റിന്റെ ബുദ്ധിക്ക് അത് എളുപ്പം വഴങ്ങും അർജുൻ. സുസ്മിത വന്ന വഴി തിരിഞ്ഞോടാതെ പ്രീതി നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞോടിയെങ്കിൽ രോഹിത് കൊക്കയിലേക്ക് വീണതിന്റെ തൊട്ടടുത്ത നിമിഷം സുസ്മിത പ്രീതിയെ കണ്ടിട്ടുണ്ടാവണം. ഐ മീൻ പ്രീതി വാസ് there. She was an eyewitness. സംഭവത്തിന്റെ ദൃക്സാക്ഷി. വിഷ്ണുട്ടാ, നമ്മുടെ സംശയം ശരിയാ. പ്രീതിയുടെ റൂമിലെ കട്ടനും മറ്റും അറിയാതെ തീ പിടിക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലായില്ല ഭാമേ. പക്ഷേ രോഹിത് വീണതിന് പ്രീതി ദൃക്സാക്ഷിയാണെന്ന് സുസ്മിതയുടെ മൊഴിയിൽ എവിടെയും ഞാൻ കണ്ടില്ല. ഇനി അതെന്റെ സംശയമാണോന്നും CI നിഷാദ് വിട്ടുപോയതാണോന്നും അറിയില്ല. സുസ്മിത അക്കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പാറയുടെ വിതുമ്പിൽ നിന്ന് രോഹിത്തിനെ പിടിച്ച് എനേപ്പിക്കാൻ ഞാൻ കൈ നീട്ടി കൊടുത്തതാ. അങ്ങനെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഓടി വന്നപ്പോഴാ പ്രീതി വീണത്. ഇല്ല മേഡം, രോഹിത് വീണ കാര്യം പറയാൻ ഓടി വരുന്നതിനിടെ പ്രീതി പാറപ്പുറത്ത് തലയടിച്ചു വീണെന്നാണ് സുസ്മിത പറഞ്ഞത്. അതെ മേഡം, ഞങ്ങളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനി സുസ്മിതയ്ക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പൂരിപ്പിക്കാം. അത് പ്രീതി രോഹിത്ത് വീഴുന്നത് കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. രോഹിത്ത് വീണപ്പോ ഞാൻ പേടിച്ച് നിലവിളിച്ച് ചുറ്റും നോക്കി. അപ്പോഴാ സൈഡിൽ പ്രീതി നിൽക്കുന്ന കണ്ടേ. ഞാൻ അവിടേക്ക് ഓടിച്ചില്ലായിരുന്നു. ഞാൻ സേഫായി. പ്രീതി ദൃക്സാക്ഷിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്താ? കോമയിൽ കിടക്കുന്ന അവൾ എഴുന്നേറ്റൊന്ന് പറയാൻ പോകുന്നില്ലല്ലോ ഞാൻ ആ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.